ഹലോ ഫ്രണ്ട്സ് ഓഫ് ഓഫീസ് വ്ലോഗ്. ഇത് നമുക്ക് ദുബായ് ഫ്രെയിമിലേക്ക് പോകാം. നമ്മൾ അബുദാബിയിൽ നിന്നാണ് വരുന്നത്. കാറിനാണ് യാത്ര. അവിടെ കാർ പാർക്കിങ്ങിനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട് ദുബായ് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ ഇതാ ടിക്കറ്റ് കൗണ്ടറുകളുണ്ട്. ഒരു 2 ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമുക്ക് വലിയ തിരക്കില്ലാത്ത ഒരു സമയത്താണ് നമ്മൾ പോയത്, ഉച്ചതിരിഞ്ഞ്. പിന്നെ ദുബായ് ഫ്രെയിമിൻ്റെ ടൈമിങ്ങും ടിക്കറ്റ് റേറ്റും ഒക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റ് ഇപ്പോൾ ഏകദേശം 50-52 ദിർഹത്തോളം വരും. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ കിടന്ന് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ടാവും, ഒരു 2 മിനിറ്റ്. ദുബായ് ഫ്രെയിം എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ദുബായ് ഫ്രെയിമിൽ വന്ന് കാണാൻ സാധിക്കുന്നത്. 60 പുസ്തകങ്ങൾക്ക് മേലെയാണ് ഓരോ സഞ്ചാരവും എന്ന് പറയുന്ന പോലെ ഞങ്ങൾ വിചാരിച്ചു പോയി ഒന്ന് കണ്ട് അത് അനുഭവിച്ച് തന്നെ അറിയണം എന്ന്. ദീർഘചതുരാകൃതിയിൽ സൃഷ്ടിച്ച നയനസുഭകമായ ഒരു ശില്പി. കുറച്ച് അങ്ങനെ 2 മിനിറ്റോളം നടന്ന് നമ്മൾ എൻട്രൻസിൻ്റെ അങ്ങോട്ട് എത്തുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ, അതിൻ്റെ മുമ്പിൽ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. എന്താ എൻട്രൻസ് എത്തി. പിന്നെ ഒരു എലിവേറ്റർ ലിഫ്റ്റൊക്കെ കിടന്നാൽ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ ടോപ്പിലെത്തുന്നതായിരിക്കും. ഇങ്ങോട്ട് കിടക്കുന്ന സമയത്ത് തന്നെ എലിവേറ്റർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ കൾച്ചറലായിട്ടുള്ള കുറച്ച് വർക്ക്സ്, ആർട്സൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ ടോപ്പിലെത്തി, മുകളിലെത്തി. അതിൻ്റെ ഒരു വ്യൂ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നല്ല തിരക്കുണ്ട്, ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടി. എത്ര ആളുകളാണ് ഈ വാസ്തുശില്പി കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നോക്ക്. അതിൻ്റെ പിന്നെ ഒരു ഗ്ലാസ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. നമുക്ക് അതിൽ കൂടെ നടന്നു പോയാൽ താഴേക്ക് നോക്കാൻ പറ്റും. നല്ല അതിമനോഹരമായ വശ്യമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. ഇതിന് മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു ഭാഗത്ത് ഓൾഡ് ദുബായ്, മറുഭാഗത്ത് ന്യൂ ദുബായ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എക്സിറ്റ് വേറെ വഴി കൂടെയായിരുന്നു. അങ്ങനെ ഇവിടെയും കുറേ കാഴ്ചകൾ, അതിമനോഹരമായ ആകർഷണീയമായ കുറേ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. ഇവിടുത്തെ ടോയ്ലറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ടോയ്ലറ്റ് ആയിരുന്നു. പോകുന്ന വഴിക്കൊരു പോലെ ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല, കാരണം കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നിയത് കൊണ്ടൊന്നും മേടിച്ചില്ല. പിന്നെ ഇതാ എക്സിറ്റ് ഇറങ്ങി. ദുബായ്ക്കൊരു വലിയ സംഭാവന നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ വാസ്തുശില്പി രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദുബായ് ഫ്രെയിം കണ്ടു ഇറങ്ങുകയാണ്. താങ്ക് യു എവ്രി വൺ.